ശ്രീ പ്രശാന്ത് ശിവൻ ആ അർത്ഥത്തിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതും ഭരണഘടനയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങൾ ഇതുവരെ ഉള്ള കീഴ്വഴക്കങ്ങളിൽ പലപ്പോഴും ഗവർണർമാർ പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും അപ്പോഴാണല്ലോ കോടതികൾക്കൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ആരിഫ് മുഹമ്മദ് ഖാൻ പോയ ആ ഒരു എക്സ്ട്രീമിലേക്ക് കാര്യങ്ങൾ പോകില്ല ഇനി എന്ന് തന്നെ കാണാമോ? എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഭരണഘടന മാനിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടാകുമോ? നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ 5 വർഷവും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ പല രീതിയിലും, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഗവർണർ ഇവിടെ ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യമാണ്. കേരളത്തിലെ ഇവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ് പല സമയത്തും ഇത്തരത്തിൽ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ബില്ലുകൾ പാസാക്കി ഗവർണർ അടുത്ത് പോവുകയും, 2, ഇവിടെ സർവകലാശാല വിഷയത്തിലെ ഗവർണർ എന്ന മാനദണ്ഡത്തിലല്ല, ചാൻസലർ എന്ന തരത്തിൽ ആ ചാൻസലറുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കുവാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന സർക്കാർ തന്നെ നിരവധി തവണ കോടതിയിൽ പോയി അവിടെ പരാജയപ്പെട്ട അനുഭവങ്ങൾ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് പോയതാണ്. പിന്നെ ചാൻസലർ എന്ന പദവി സംസ്ഥാന സർക്കാർ തന്നെ, സംസ്ഥാന നിയമസഭ തന്നെ നൽകിയിട്ടുള്ളതാണ്. അതിപ്പോ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് കേരളത്തിലെ സർവകലാശാലകൾ, അല്ലെങ്കിൽ UDF-ന്റെ കയ്യിലാണ് എന്ന് BJP പറയുമ്പോൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ നിയമസഭയിലേക്ക് അങ്ങനെ ഒരു അധികാരവുമായി എത്താൻ സാധിക്കാത്തത് കൊണ്ട് ഈ കൂട്ടരാണ് കാലാകാലങ്ങളിൽ ഈ സർവകലാശാലകളെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അവരുടെ അധികാരത്തിന്റെ കീഴിലായിരുന്നു എന്നത് മനസ്സിലാക്കാം. അതാണ് നിയമം, അതാണ് ജനാധിപത്യം. ഞാനൊന്ന് പറയട്ടെ. ഈ സർവകലാശാലകളെ CPM-ന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കിയ സമയത്ത് അവിടെ ചാൻസലർ എന്ന പദവി അദ്ദേഹം ഉപയോഗപ്പെടുത്തുക തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. 2, പക്ഷേ ആ ചാൻസലർ പദവിയിൽ പോലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിയമസഭയിൽ മറ്റൊരു ബില്ല് പാസാക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒപ്പിടാൻ. കേട്ടില്ല. ഈ ബില്ലിലൊക്കെ ഈ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കേരള നിയമസഭ തന്നെ പാസാക്കിയ ബില്ല് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴാണ് അത് മാറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നിയമസഭയിൽ നിന്ന് അയക്കുന്ന ബില്ലുകളിൽ അദ്ദേഹം ഒപ്പിട്ട് കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ സർക്കാർ അയക്കുന്ന ബില്ല് വേണമെങ്കിൽ അദ്ദേഹത്തിന് പിടിച്ചു വെക്കാം, വേണമെങ്കിൽ. അല്ല, അതാണ് നിയമസഭയെ അവഹേളിക്കുന്ന, നിയമസഭയുടെ ജനാധിപത്യപരമായ ഡോക്ടർ ലാൽ, നമ്മൾ ദയവ് ചെയ്ത് നമ്മുടെ പ്രേക്ഷകരെ ഈ ഒരു നല്ല ക്രിസ്മസ് ദിനത്തിൽ വളരെ അപക്വമായ, അസത്യജടിലമായ, അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കരുത്. അത് അല്ല ഞാനത് പറയാൻ കാരണം BJPയുടെ അഭിപ്രായം സുപ്രീം കോടതിയുടേതായ വിധിന്യായത്തിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ. അത് മാത്രം, എൻ്റെ സമയം വേണമെങ്കിൽ കുറച്ചോളൂ ഡോക്ടർ ലാലെ, കുറച്ചോളൂ. സുപ്രീം കോടതിയുടേതായ വിധിന്യായം, ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞ വിധിന്യായം, അത് എല്ലാവർക്കും ബാധകമാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിക്കും ബാധകമാണ്. ഇക്കാര്യത്തിൽ ഗവർണർമാരുടെ അധികാരങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞു, ഒന്ന് നിയമസഭ പാസ്സാക്കി അത്തരത്തിൽ ബില്ല് നൽകിയാൽ, ടു ഗിവ് അസെന്റ് ടു ദ ബിൽ, ചെയ്യാവുന്ന കാര്യങ്ങളാണ്. 2, withhold assent to the bill, that is reject the bill, in which case the bill fails to become law. അത് സമ്മതിച്ചു. എങ്ങനെ? റിജക്റ്റ് ചെയ്തുകൊണ്ടയക്കാം. 3, return the bill for reconsideration of the state legislature, or 4, റിസർവ് ദ ബിൽ ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഇവിടെ അതൊന്നും അല്ല. ഇതിങ്ങനെ ഒരിക്കലും വിരിയാത്ത മുട്ടയ്ക്ക് ചില ഈ കോഴികൾ അടയിരിക്കുന്നത് പോലെ അദ്ദേഹം ഇത് തന്റെ കീഴിലേക്ക് ഇതിങ്ങനെ അടയിരിക്കുന്ന നിലയിലേക്ക് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷമാണ് ഇദ്ദേഹം ഇക്കാര്യത്തിൽ അടിയന്തരമായ ചില ഇടപെടലുകൾ നടത്തിയത്. അതുവരെ ഇത് തലയണ കീഴിൽ വെച്ച് അദ്ദേഹം ഉറങ്ങുകയായിരുന്നു. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഇരിക്കുമ്പോൾ അത് തെറ്റിദ്ധരിപ്പിക്കരുത് നമ്മൾ ദയവ് ചെയ്ത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായത്. ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് പൂർത്തിയാക്കാൻ നിങ്ങൾ അനുവദിക്കണം. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ അവസരം വരുന്ന സമയത്ത് സമ്പത്ത് സാർ സംസാരിച്ചോട്ടെ.
ഇതിനകത്ത് എല്ലാ വിഷയത്തിലും കയറി ഇടപെടരുത്. അല്ല പ്രശാന്ത് ശിവൻ പറയൂ, ഞാൻ ഇതിനകത്തുണ്ടല്ലോ ഇടപെടാനായിട്ട്. അതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അവസരം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കും, കൊടുത്തിട്ട് താങ്കളിലേക്ക് തിരിച്ചു വരും. താങ്കൾ അതിനകത്ത് ഇടപെടില്ല, താങ്കൾ പറഞ്ഞോളൂ. ഇതിനകത്ത് എന്തിനാ കയറി ഇടപെടുന്നത്? അദ്ദേഹത്തിന്റെ സമയത്തിൽ അദ്ദേഹം സംസാരിച്ചു. താങ്കൾ പറഞ്ഞോളൂ. സമയം അങ്ങനെ കൃത്യമായി ആർക്കും അങ്ങനെ കൃത്യമായി എഴുതി കൊടുത്തിട്ടില്ലല്ലോ. ഞാനല്ലേ ഇടപെടുന്നത്, ആങ്കർ ഞാനല്ലേ, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞോളൂ. ചർച്ചയിൽ ഇടപെടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മുടെ സമയം പ്രേക്ഷകർക്ക് ഗുണകരമാകുന്ന രീതിയിൽ താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയൂ. ആര് സംസാരിക്കുമ്പോഴും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാന്നുള്ളതാണുള്ളത്. ലാലെ, ഞാൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്വഭാവക്കാരനല്ല. ആദ്യമായിട്ടല്ലോ ലാലും ഞാനും ചർച്ച നടത്തുന്ന, ആദ്യമായിട്ടല്ല. പ്രശാന്ത് ശിവൻ ഇത്രയേ ഉള്ളൂ. എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭ പാസാക്കിയ ബില്ലിന്റെ കാര്യത്തിൽ ഈ രാജ്യം ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ള രീതിയിലല്ല പോയത്, ഭരണഘടന പറയുന്നത് പോലെ അല്ല പോയത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. അത് ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുമോ? ഇത്തരത്തില് ഞാൻ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ കേരളത്തില് CPM പറയുന്നത് കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന തരത്തിൽ ഗവർണർ പ്രവർത്തിക്കണം എന്ന് അവർ ധരിച്ചുവെങ്കിൽ അത് അവരുടെ തെറ്റാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തെങ്കിലും, ഇപ്പോ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഇത്തരത്തില് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുന്ന ബില്ലുകള് അദ്ദേഹം രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ചാൻസലർ പദവി കൊടുത്തത് രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ട്. ഭാഗത്ത് നിന്നാണ് തീരുമാനം വരേണ്ടതായിട്ടുള്ളത്. ഇനി ഇത്തരത്തിൽ സർവകലാശാല അതാണ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. താങ്കൾ പറഞ്ഞതുപോലെ ഇവിടുന്ന് അയച്ച ബില്ല് ഉടനെ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നില്ല. അദ്ദേഹം ആദ്യമേ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഈ ബില്ല് അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്ര ദിവസമേ വെക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥയൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ബില്ല് വെക്കാം, അതിനുശേഷം വേണമെങ്കിൽ അത് മടക്കി അയക്കാം, വേണമെങ്കിൽ അത് രാഷ്ട്രപതിക്ക് അയക്കാം. ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാമെന്നൊക്കെയാണോ ഇത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്? അങ്ങ് ഏത് ഭരണഘടനയാണ് കോട്ട് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഗവർണർക്ക് വേണമെങ്കിൽ ഇത് കയ്യിൽ വെക്കാം, വേണമെങ്കിൽ ഇതെടുത്ത് അയക്കാം, വേണമെങ്കിൽ ഒപ്പിടാം, വേണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെയൊന്നും അല്ല. ഒപ്പിടണമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഗവർണർക്ക് അയക്കുന്ന ബില്ലുകൾ ഒപ്പിടണമെന്നാണോ ഭരണഘടന? എന്താണ് പറഞ്ഞിരിക്കുന്നത്? താങ്കൾ പറയൂ, അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോ ഡോക്ടർ സമ്പത്ത് പറഞ്ഞല്ലോ. ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് അദ്ദേഹത്തിന് ലഭിച്ച ബില്ലുകളിൽ അദ്ദേഹത്തിന് തീരുമാനം ഒപ്പിടുന്നതിന് മുൻപ് വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് പ്രസിഡന്റിന് അയക്കാം എന്നുള്ള ഒരു വകുപ്പ്. അല്ല, അവിടെയാണ് പ്രശാന്ത് ശിവൻ, അവിടെയാണ് ഞാൻ പറഞ്ഞത് BJPക്ക് കേരള നിയമസഭയിൽ ഇതുപോലൊരു അധികാരം പ്രയോഗിക്കാനുള്ള അവസരം ഇല്ലാതിരുന്നു. അവിടെയാണ് കാലാകാലങ്ങളായി LDFനും UDFനും കിട്ടിക്കൊണ്ടിരുന്ന ഒരു അധികാരത്തിൻ്റെ അവസ്ഥ ഉപയോഗിച്ച് അവർ കേരളത്തിലെ സർവകലാശാലകൾ ഭരിച്ചിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് ഇടപെടാൻ കിട്ടിയൊരു അവസരം ഗവർണർ വഴി നിങ്ങളിപ്പോൾ ഇടപെടാൻ ശ്രമിച്ചത്. അവിടെയാണ് നിങ്ങൾ ഗവർണർ അല്ല, ചാൻസലർ ആണ് സർവകലാശാല. അതെ, ചാൻസലർ ഗവർണറാണല്ലോ. ഗവർണറെയാണല്ലോ ചാൻസലറായി വെച്ചിരിക്കുന്നത്. അത് മാറ്റാൻ നിയമസഭ തീരുമാനിച്ചു. അപ്പോൾ അത് അക്കാര്യത്തിലാണ് നിങ്ങൾ ഇടപെടുന്നത്, BJP ഇടപെടുന്നത്. താങ്കളെ പോലുള്ള ഒരാള് ആങ്കറുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ സംസാരിക്കരുത്. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലെ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഗവർണർ BJPക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്? നിങ്ങൾ പറയുന്ന നിങ്ങളുടെ തിട്ടൂരത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്നതൊക്കെ കേവലം രാഷ്ട്രീയ ആരോപണം മാത്രമാണ്.